ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. PF ലഭിക്കാത്തതിൽ മനം നൊന്ത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചയാൾ മരിച്ചു. പേരാമ്പ്ര സ്വദേശി ശിവരാമനാണ് മരിച്ചത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനം ഫെബ്രുവരി 8, 9 തീയതികളിൽ ചാലക്കുടിയിൽ. സമ്മേളനത്തിന്റെ ഭാഗമായി ചാലക്കുടിയിൽ വിളംബര ജാഥ നടന്നു. അന്തരിച്ച നടൻ കലാഭവൻ മണിയോട് ഇടതു സർക്കാർ അവഗണന കാണിക്കുന്നുവെന്ന് സഹോദരൻ RLV രാമകൃഷ്ണൻ. ബജറ്റുകളിൽ 3 കോടി രൂപ വകയിരുത്തിയിട്ടും ഒന്നും നടന്നില്ലെന്നും രാമകൃഷ്ണൻ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കൊച്ചിയിലെ PF ഓഫീസിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചയാൾ മരിച്ചു. PF ഓഫീസിലെത്തി വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച പേരാമ്പ്ര സ്വദേശി ശിവരാമനാണ് മരിച്ചത്. PF ലഭിക്കാത്തതിൽ മനം നൊന്താണ് ശിവരാമൻ ജീവനൊടുക്കിയതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. ഇന്നലെയാണ് ശിവരാമൻ ഓഫീസിലെത്തി വിഷം കഴിച്ചത്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കവെയായിരുന്നു അന്ത്യം. അപ്പോളോ ടയേഴ്സിലെ കരാർ ജീവനക്കാരനായിരുന്നു ശിവരാമൻ. 80,000 രൂപയാണ് കിട്ടാനുണ്ടായിരുന്നത്. പലതവണ ഓഫീസിൽ കയറിയിറങ്ങി. ആവശ്യപ്പെട്ട രേഖകൾ എല്ലാം കൊടുത്തു. എന്നിട്ടും നീതി നിഷേധിച്ചുവെന്ന് കുടുംബം വ്യക്തമാക്കുന്നു. ഇനി ആർക്കും ഇങ്ങനെയൊരു ദുരവസ്ഥ ഉണ്ടാകരുതെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. ക്യാൻസർ രോഗിയായിരുന്നു മരിച്ച ശിവരാമൻ. 9 വർഷമായി ഇദ്ദേഹം സർവീസിൽ നിന്നും വിരമിച്ചിട്ട്. ഇതിനിടെയാണ് ക്യാൻസർ ബാധിതനാകുന്നത്. ചികിത്സയ്ക്കായും ഇദ്ദേഹത്തിന് പണം ആവശ്യമായിരുന്നു. PF ഓഫീസിന്റെ ബാത്റൂമിനുള്ളിൽ വെച്ചാണ് ശിവരാമൻ ആത്മഹത്യാ ശ്രമം നടത്തിയത്. അവശനിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചു. ചികിത്സയിൽ ഇരിക്കെ ഇന്ന് രാവിലെയാണ് മരണം സംഭവിച്ചത്. മീഡിയ ടൈം, തൃശൂർ. ഹൈറിച്ച് തട്ടിപ്പിന് സമാനമായി കോടികളുടെ തട്ടിപ്പ് നടത്തിയ TNT ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെയും ഉടമകളുടെയും സ്ഥാവര ജംഗമ വസ്തുക്കൾ ജപ്തി ചെയ്യാൻ ജില്ലാ മജിസ്ട്രേറ്റിന്റെ ഉത്തരവ്. സ്ഥാവര ജംഗമ വസ്തുക്കൾ താൽക്കാലികമായി ജപ്തി ചെയ്യുന്നതിനും വസ്തുവകകളുടെ താൽക്കാലിക ജപ്തി സ്ഥിരമാക്കുന്നതിനും നിയുക്ത കോടതി മുൻപാകെ ഹർജി ഫയൽ ചെയ്യുന്നതിനുമാണ് ജില്ലാ മജിസ്ട്രേറ്റ് ഉത്തരവായത്. പ്രതികളുടെ ജില്ലയിലെ എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളും തിട്ടപ്പെടുത്തി കണ്ടുകെട്ടുന്നതിനായി സ്ഥാവര സ്വത്തുക്കളുടെ മഹസർ, ലൊക്കേഷൻ സ്കെച്ച്, തണ്ടപ്പേർ പകർപ്പ് എന്നിവയുൾപ്പെടെ റിപ്പോർട്ട് തഹസീൽദാർമാർ തയ്യാറാക്കും. ജില്ലാ രജിസ്ട്രാർ പ്രതികളുടെ സ്ഥാവര സ്വത്തുക്കളുടെ തുടർന്നുള്ള വിൽപ്പന നടപടികൾ താൽക്കാലികമായി മരവിപ്പിക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട എല്ലാ സബ് രജിസ്ട്രാർ ഓഫീസർമാർക്കും അടിയന്തരമായി നൽകും. പ്രതികളുടെ പേരിൽ ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ മോട്ടോർ വാഹനങ്ങളുടെയും പട്ടിക തൃശൂർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ തയ്യാറാക്കി കളക്ടറേറ്റിലേക്കും ജില്ലാ പോലീസ് മേധാവിക്കും കൈമാറും. പ്രതികളുടെ പേരിൽ ജില്ലയിലെ ബാങ്കുകൾ, ട്രഷറികൾ, സഹകരണ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ആരംഭിച്ച എല്ലാ തരം അക്കൗണ്ടുകളും ഫിക്സഡ് ഡെപ്പോസിറ്റുകളും മരവിപ്പിക്കുന്നതിനാവശ്യമായ നടപടികൾ എല്ലാ സ്ഥാപന മേധാവിമാരും അടിയന്തരമായി സ്വീകരിക്കണം. ജില്ലയിലെ എല്ലാ ബാങ്ക് മാനേജർമാർക്കും ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് നൽകാൻ തൃശൂർ ലീഡ് ബാങ്ക് മാനേജറെ ചുമതലപ്പെടുത്തി. ഉത്തരവ് ജില്ലയിൽ ഫലപ്രദമായി നടപ്പിൽ വരുത്തുന്നതിന് തൃശൂർ സിറ്റി റൂറൽ ജില്ലാ പോലീസ് മേധാവിമാർ, തൃശൂർ ഇരിങ്ങാലക്കുട റവന്യൂ ഡിവിഷണൽ ഓഫീസർ എന്നിവർക്കാണ് ചുമതല. ബെക്സ് ആക്ട് 2019 സെക്ഷൻ 14 പ്രകാരം താൽക്കാലിക ജപ്തി സ്ഥിരപ്പെടുത്തുന്നതിന് ഡെസിഗ്നേറ്റഡ് കോടതി മുമ്പാകെ സമയബന്ധിതമായി ഹർജി ഫയൽ ചെയ്യേണ്ടതിനാൽ കണ്ടുകെട്ടൽ നടപടികൾ സംബന്ധിച്ച വിശദാംശങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് അടിയന്തരമായി കളക്ടറേറ്റിൽ ലഭ്യമാക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. കരുവന്നൂർ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന TNT ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം കോടികളുടെ തട്ടിപ്പാണ് നടത്തിയത്. സാധാരണക്കാരായ തൊഴിലാളികളാണ് തട്ടിപ്പിന് ഇരയായവരിൽ ഭൂരിഭാഗവും. തുച്ഛമായ ദിവസവേതനത്തിൽ നിന്ന് ചിട്ടിക്കാശ് നൽകിയവരാണ് തട്ടിപ്പിനിരയായത്. ചിട്ടികളുടെ കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് പണം വാങ്ങാനെത്തിയവർ സ്ഥാപനം പൂട്ടിക്കിടക്കുന്നത് കണ്ടതോടെയാണ് തട്ടിപ്പ് വിവരം പുറത്തറിഞ്ഞത്. 700-ലധികം വരുന്ന നിക്ഷേപകരുടെ കോടിക്കണക്കിന് രൂപ സ്വരൂപിച്ച് 2019 ഫെബ്രുവരി മാസത്തോടെയാണ് ചിട്ടിക്കമ്പനി പൂട്ടി ഉടമകൾ മുങ്ങിയത്. ജില്ലയ്ക്കകത്തും പുറത്തുമായി 40-ലധികം ശാഖകൾ TNT ചിറ്റ്സിന് ഉണ്ടായിരുന്നു. ചിട്ടി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 400-ലധികം പരാതി വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി ലഭിച്ചിരുന്നു. മീഡിയ ടൈം, തൃശൂർ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനം ഫെബ്രുവരി 8, 9 തീയതികളിൽ ചാലക്കുടിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. രാഷ്ട്രീയ, സാമൂഹ്യ മാധ്യമ രംഗത്തെ പ്രമുഖർ സമ്മേളനത്തിൽ പങ്കെടുക്കും. 14ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ജില്ലാ സമ്മേളനത്തിനാണ് പുതുക്കാട് മേഖലയിലെ ചാലക്കുടി വേദിയാകുന്നത്. നാളെ രാവിലെ ചാലക്കുടി മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തോടെ ജില്ലാ സമ്മേളനത്തിന് തുടക്കമാകും. COA സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദീഖ് ഉദ്ഘാടനം ചെയ്യും. വിവിധ മേഖലാ കമ്മിറ്റികളിൽ നിന്നുള്ള 200ഓളം സമ്മേളന പ്രതിനിധികൾ പങ്കെടുക്കും.
വെള്ളിയാഴ്ച വൈകിട്ട് 5-ന് ഇൻഡോർ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ നടക്കുന്ന സമ്മേളനം ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. 11 മേഖലാ കമ്മിറ്റികളുടെയും മേഖലാ സമ്മേളനങ്ങളെല്ലാം പൂർത്തീകരിച്ചു. തുടർന്നിട്ടാണ് നമ്മൾ ജില്ലാ സമ്മേളനത്തിലേക്ക് കടക്കുന്നത്. ഈ കാലഘട്ടത്തിനകത്ത് ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രതിസന്ധികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ നടത്തപ്പെടുന്ന ഒരു സമ്മേളനത്തിനകത്ത് പൊതുവിലും നമ്മുടെ ഓപ്പറേറ്റർമാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയിലേക്കാണ്. കാരണം ഈ മേഖലയ്ക്കകത്ത് ഒട്ടേറെ കോർപ്പറേറ്റ് കുത്തകകൾ വലിയ സാങ്കേതിക വിദ്യയും മൂലധന ശേഷിയൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത്. സമ്മേളനങ്ങളൊക്കെ തന്നെയാണ് ഞങ്ങളുടെ പുതിയ നയങ്ങളും ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നാളുകളിൽ സ്വീകരിക്കേണ്ട പൊതുവിലുള്ള താല്പര്യങ്ങളെല്ലാം നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്നത്. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ പുതുക്കാട് MLA KK രാമചന്ദ്രൻ വിശിഷ്ടാതിഥിയാകും. റിപ്പോർട്ടർ ചാനൽ കൺസൾട്ടിംഗ് എഡിറ്റർ ഡോക്ടർ അരുൺകുമാർ മുഖ്യപ്രഭാഷണം നടത്തും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ചാലക്കുടി നഗരസഭാ ചെയർമാൻ AB ജോർജ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി KV രാജൻ ഉൾപ്പെടെ ഉള്ളവർ പങ്കെടുക്കും. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി സാംസ്കാരിക ഘോഷയാത്ര സംഘടിപ്പിക്കും. COA തൃശൂർ ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, സെക്രട്ടറി P ആന്റണി, ട്രഷറർ CG ജോസ്, ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം CA ബൈജു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ ടൈം, തൃശൂർ. അന്തരിച്ച നടൻ കലാഭവൻ മണിയോട് ഇടതു സർക്കാർ അവഗണന കാണിക്കുന്നുവെന്നും സ്മാരകം പ്രഖ്യാപനത്തിൽ ഒതുങ്ങിയെന്നും മണിയുടെ സഹോദരൻ RLV രാമകൃഷ്ണൻ. ചാലക്കുടിയിൽ പ്രഖ്യാപിച്ച സ്മാരകം വൈകുന്നതിലാണ് പ്രതിഷേധമെന്നും കലാഭവൻ മണിയുടെ സ്മാരകത്തിനായി വിവിധ ബജറ്റുകളിൽ 3 കോടി രൂപ വകയിരുത്തിയിട്ടും ഒന്നും നടന്നില്ലെന്നും രാമകൃഷ്ണൻ പറഞ്ഞു. കലാഭവൻ മണിയെ ഇടതുപക്ഷ സർക്കാർ അവഗണിക്കുന്നതായി കലാഭവൻ മണിയുടെ കുടുംബം ആരോപിക്കുന്നു. മണിയുടെ സ്മാരകം പ്രഖ്യാപനത്തിൽ ഒതുക്കാതെ യാഥാർത്ഥ്യമാക്കണമെന്നും സഹോദരൻ RLV രാമകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. ഡിസംബർ മാസം കഴിഞ്ഞാൽ ഉടനെ തന്നെ ജനുവരിയോടുകൂടി കല്ലിടൽ ചടങ്ങ് നടക്കുമെന്നൊരു ശുഭാപ്തി പ്രതീക്ഷ അന്ന് പറഞ്ഞിരുന്നു. എന്നാൽ നാളിതുവരെയായിട്ട് ഇനിയിപ്പം കേവലം ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ 8 വർഷം തികയാൻ മാർച്ച് 6-ന്. ഇതുവരെയും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അത് വലിയൊരു വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. ഏതു സമയം പ്രതിഷേധങ്ങൾ ചെയ്യാന്ന് പറയുന്ന ഒരു വിധി അങ്ങനത്തെ ഒരു ഗതികേടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാത്തിരുന്നു, കഴിഞ്ഞ 7 വർഷക്കാലം കാത്തിരുന്നു. ഇനി അനന്തമായി നീണ്ടുപോവുകയാണ്. ഇപ്പോൾ സർക്കാരിന്റെ ഭരണം ഇനി തീരാൻ നമുക്ക് വർഷങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കി നിൽക്കുകയാണ്. കാരണം ചേട്ടന്റെ മരണത്തിന്റെ സമയം കഴിഞ്ഞിട്ട് അതേ കാലയളവിൽ തന്നെ ഒരേ സർക്കാർ തന്നെയാണ് ഭരിക്കുന്നത്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടതുപക്ഷ സഹയാത്രികരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മണിച്ചേട്ടന്റെ പേരിൽ ആ ഒരു സ്മാരകം വരാൻ സർക്കാർ മുൻകൈ എടുത്തിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ അറിയില്ല, വളരെ വൈകുന്നത് എന്താണ് കാരണം യാതൊരു കാരണവശാൽ അറിയുന്നില്ല. അത് എത്രയും പെട്ടെന്ന് അതിന്റെ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോയി അത് സ്മാരകം യാഥാർത്ഥ്യമാക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. വർഷങ്ങളായി ചാലക്കുടിയിൽ പ്രഖ്യാപിച്ച സ്മാരകം വൈകുന്നതിലാണ് പ്രതിഷേധമെന്നും വേണ്ടിവന്നാൽ പ്രത്യക്ഷ സമരം ചെയ്യേണ്ടി വരുമെന്നും രാമകൃഷ്ണൻ പറഞ്ഞു. കലാഭവൻ മണിയുടെ സ്മാരകത്തിനായി വിവിധ ബജറ്റുകളിൽ 3 കോടി രൂപ വകയിരുത്തിയിട്ടും ഒന്നും നടപ്പിലായില്ല. സർക്കാരിന്റെ ചലച്ചിത്രമേളകളും മണിയെ അവഗണിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്മാരകം വരാതിരിക്കാൻ ആരൊക്കെയോ പ്രവർത്തിക്കുന്നതായി സംശയമുണ്ട്. ഇടതുപക്ഷ സഹയാത്രികരായ തങ്ങളുടെ കുടുംബത്തെ ഇടതുപക്ഷ സർക്കാർ വഞ്ചിക്കുകയാണെന്നും RLV രാമകൃഷ്ണൻ ആരോപിച്ചു. കലാഭവൻ മണിയുടെ മരണത്തിന് ശേഷം തുടർച്ചയായി 2 ഇടതുപക്ഷ സർക്കാരുകൾ കേരളത്തിലുണ്ടായിട്ടും സ്വന്തം ജന്മനാട്ടിൽ കലാഭവൻ മണിയെ അവഗണിക്കുന്നത് മനഃപൂർവ്വമാണെന്നും രാമകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. മീഡിയ ടൈം, ചാലക്കുടി. മദ്യലഹരിയിൽ കുന്നംകുളം സ്റ്റേഷനിലെ പോലീസുകാരെ ആക്രമിച്ച പ്രതികളെ അറസ്റ്റ് ചെയ്തു. കുന്നംകുളം സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിജിൻ പോൾ, മനോജ് എന്നിവരെയാണ് പ്രതികൾ ആക്രമിച്ചത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. എടപ്പാൾ സ്വദേശി അഖിൽ, നെല്ലുവായ് സ്വദേശി സുമിത്, കുന്നംകുളം സ്വദേശി വിശാൽ എന്നിവരാണ് അറസ്റ്റിലായത്. കുന്നംകുളം സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിജിൻ പോൾ, മനോജ് എന്നിവരെയാണ് പ്രതികൾ ആക്രമിച്ചത്. ബിവറേജസിന് സമീപം അമിതമായി മദ്യപിച്ച് ആക്രമണം നടത്തുന്നുണ്ടെന്ന വിവരത്തെ തുടർന്ന് സ്ഥലത്തെത്തി പ്രതികളെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പോലീസുകാരെ പ്രതികൾ ആക്രമിച്ചത്. തുടർന്ന് കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി പ്രതികളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. മീഡിയ ടൈം, തൃശൂർ. രാത്രികാല കൊടുങ്ങല്ലൂർ തൃശൂർ യാത്ര ജനങ്ങൾക്ക് ദുരിതമാകുന്നു. രാത്രി സമയത്ത് കൊടുങ്ങല്ലൂരിൽ നിന്നും തൃശൂർക്കും തിരിച്ച് കൊടുങ്ങല്ലൂർക്കും ബസ്സില്ലാത്തതാണ് ദുരിതമായിരിക്കുന്നത്. പല സ്വകാര്യ വാഹനങ്ങളും ട്രിപ്പുകൾ മുടക്കുന്നതുകൊണ്ടാണ് ഈ യാത്രാക്ലേശം അനുഭവപ്പെടുന്നത്. രാത്രി 8 മണി കഴിഞ്ഞാൽ ഈ റൂട്ടിൽ ബസ്സില്ല. വളരെയധികം നേരം കാത്തിരുന്ന് ബസ് കിട്ടാതെ ഓട്ടോറിക്ഷയെ ആശ്രയിക്കുമ്പോൾ 1000-ഉം അതിലധികം കൊടുക്കേണ്ട അവസ്ഥയാണ്.
ഇത് കൊടുങ്ങല്ലൂരിൽ ഉള്ളവരെയും മറ്റു ദിക്കിൽ നിന്ന് വരുന്നവരെയും വല്ലാതെ ദുരിതത്തിലാക്കുന്നുണ്ട്. ഇതുവഴി ദീർഘദൂരമോടുന്ന പല സ്വകാര്യ വാഹനങ്ങളും ട്രിപ്പുകൾ മുടക്കുന്നതുകൊണ്ടാണ് ഈ യാത്രാക്ലേശം അനുഭവപ്പെടുന്നത്. പെർമിറ്റ് അനുവദിച്ചു കിട്ടാൻ വേണ്ടി പല സ്ഥലങ്ങളെയും ഉൾപ്പെടുത്തുകയും കിട്ടി കുറച്ചുനാൾ കഴിഞ്ഞാൽ പല തട്ടാമുട്ടികളും പറഞ്ഞ് ഇത്തരം സ്ഥലങ്ങളെ ഒഴിവാക്കി ട്രിപ്പ് അവസാനിപ്പിക്കുന്ന നയമാണ് പല സ്വകാര്യ വാഹനങ്ങളും സ്വീകരിച്ചു പോരുന്നത്. രാത്രി വളരെ വൈകിയും പെർമിറ്റുള്ള പല വാഹനങ്ങളും ഈ രീതിയാണ് അവലംബിച്ചിട്ടുള്ളത്. അതിരാവിലെ 4:45 തൃശ്ശൂരിൽ നിന്നുമുണ്ടായിരുന്ന KSRTCയുടെ ചെറായി സർവീസും ഇപ്പോൾ ഓടുന്നില്ല. തൃശ്ശൂരിൽ നിന്നും രാത്രി ചോറ്റാനിക്കരയിലേക്ക് പെർമിറ്റ് സമ്പാദിച്ച് പകൽ മാത്രം കൊടുങ്ങല്ലൂരിലേക്ക് സർവീസ് നടത്തുന്ന ഒരു സ്വകാര്യ ബസ് RTO യോഗത്തിൽ പ്രത്യേകം നിർദ്ദേശമുണ്ടായിട്ടും അത് ലംഘിക്കുന്ന തരത്തിലാണ് ഇപ്പോഴും സർവീസ് നടത്തുന്നത്. പരാതികളും നിവേദനങ്ങളുമായി അധികൃതരെ സമീപിച്ചിട്ടും കണ്ണു തുറന്ന് ഇതിനൊരു പരിഹാരമുണ്ടാകാത്ത നടപടിയിൽ യാത്രക്കാർ വലിയ അമർഷത്തിലും പ്രതിഷേധത്തിലുമാണ്. എങ്കിലും ഇനിയും അധികൃതർ രാത്രികാല യാത്രക്കാരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവരെ സഹായിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാർ. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കേരള സംഗീത നാടക അക്കാദമിയുടെ 14ാമത് അന്താരാഷ്ട്ര നാടകോത്സവം ഇറ്റ്ഫോക്ക് 2024 ഫെബ്രുവരി 9 മുതൽ 16 വരെ തൃശ്ശൂരിൽ നടക്കും. ഒരുമ, സമാധാനം, ദൃഢവിശ്വാസം എന്നതാണ് നാടകോത്സവത്തിന്റെ ആശയം. തിരഞ്ഞെടുത്ത 23 നാടകങ്ങൾക്ക് 8 ദിവസങ്ങളിൽ 7 വേദികളിലായി 47 പ്രദർശനങ്ങൾ ഒരുക്കുന്നു. മികച്ച സാങ്കേതിക മികവോടെ കാണികളിലേക്ക് എല്ലാ നാടകങ്ങളും എത്തിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ആർട്ടിസ്റ്റ് സുജാതന്റെ നേതൃത്വത്തിൽ 14ാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന്റെ ഭാഗമായ 23 നാടകങ്ങളുടെയും വേദികൾ സജ്ജമായി. കേരള സംഗീത നാടക അക്കാദമിക്കൊപ്പം രാമനിലയം, സ്കൂൾ ഓഫ് ഡ്രാമ ക്യാമ്പസുകളും തൃശൂർ കോർപ്പറേഷൻ പാലസ് ഗ്രൗണ്ടും ടൗൺ ഹാളും നാടകോത്സവത്തിന്റെ വേദികളാണ്. നാടകങ്ങൾ കൂടാതെ പാനൽ ചർച്ചകളും ദേശീയ അന്തർദേശീയ നാടക പ്രവർത്തകരുമായുള്ള മുഖാമുഖവും സംഗീത നിശകൾ, തിയേറ്റർ ശില്പശാലകൾ എന്നിവയും അരങ്ങേറും. അന്താരാഷ്ട്ര നാടകോത്സവത്തിന്റെ ഉദ്ഘാടനം പാലസ് ഗ്രൗണ്ടിൽ ഫെബ്രുവരി 9 വൈകിട്ട് നടക്കും. മന്ത്രി സജി ചെറിയാൻ 14ാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. പ്രശസ്ത തെന്നിന്ത്യൻ സിനിമാ താരവും സാമൂഹ്യ പ്രവർത്തകയുമായ രോഹിണി മുഖ്യാതിഥിയാകും. ഫെസ്റ്റിവൽ ദിവസങ്ങളിൽ രാവിലെ 9 മണിക്ക് തുറക്കുന്ന ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും അന്നേ ദിവസത്തെ മുഴുവൻ നാടകങ്ങളുടെയും ഒരു നിശ്ചിത ശതമാനം ടിക്കറ്റുകൾ ലഭ്യമാകും. ബാക്കിയുള്ളത് ഓരോ നാടകത്തിന്റെയും 1 മണിക്കൂർ മുൻപ് കൗണ്ടറിൽ നിന്ന് ലഭിക്കും. ടിക്കറ്റ് ഒന്നിന് 70 രൂപയാണ് നിരക്ക്. ഓൺലൈൻ ടിക്കറ്റിംഗ് ആയി ബന്ധപ്പെട്ട സംശയ നിവാരണങ്ങൾക്കും മറ്റ് സേവനങ്ങൾക്കും പ്രത്യേകം സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഫെസ്റ്റിവൽ ദിവസങ്ങളിൽ ഫെസ്റ്റിവൽ ബുക്ക് ഉൾപ്പെടുന്ന കിറ്റ് കൗണ്ടറിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് കരിവള്ളൂർ മുരളി, B. അനന്തകൃഷ്ണൻ, രേണു രാമനാഥ്, ജലീൽ ടി. കുന്നത്ത് എന്നിവർ തൃശൂരിൽ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. മീഡിയ ടൈം, തൃശൂർ. ഇനി നാട്ടിൽ നടന്നത്. പുന്നയൂർക്കുളം ചെറായി ബ്രിക്ക് കമ്പനിക്ക് സമീപത്തെ വളവിൽ മീൻ ലോറി മറിഞ്ഞു. അപകടത്തിൽ 11 kV വൈദ്യുതി പോസ്റ്റ് 2 മുറിഞ്ഞു. അപകടത്തിൽ ഡ്രൈവർ മുനവീറിന് നിസ്സാരമായി പരിക്കേറ്റു. പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. പൊന്നാനിയിൽ നിന്ന് കൊച്ചിയിലേക്ക് മീനുമായി പോയി ലോഡ് ഇറക്കി തിരികെ വരുന്നതിനിടെയായിരുന്നു അപകടം. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ചാലക്കുടിയിൽ വിളംബര ജാഥ നടന്നു. ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് ഫ്ളാഗ് ഓഫ് ചെയ്ത വിളംബര ജാഥ ജില്ലാ സെക്രട്ടറി P. ആന്റണി, നേതാക്കളായ PV സുരേഷ്, മോഹനകൃഷ്ണൻ, PU ജോസ് എന്നിവർ നേതൃത്വം നൽകി. മാള ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. 9,01,23,067 രൂപ വരവും 8,07,95,443 രൂപ ചിലവും 93,27,624 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജോമോൻ അവതരിപ്പിച്ചത്. വനിത, ശിശു, ഭിന്നശേഷി, പട്ടികജാതി പിന്നോക്ക വിഭാഗങ്ങൾ എന്നീ മേഖലകൾക്ക് പരിഗണന നൽകിക്കൊണ്ട് ആരോഗ്യം, പാർപ്പിടം, പശ്ചാത്തല വികസനം എന്നീ മേഖലകളിൽ ആവശ്യമായ ഇടപെടൽ നടത്തിയുള്ള ബജറ്റ് അവതരണത്തിൽ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ചെയർമാൻ ജോസ് മാഞ്ഞൂരാൻ, ഷിജി യാക്കോബ്, നിർവഹണ ഉദ്യോഗസ്ഥന്മാർ, ഘടക സ്ഥാപന മേധാവികൾ എന്നിവർ പങ്കെടുത്തു. അന്നമനട കല്ലൂർ സെന്റ് ജോർജ് CUP സ്കൂളിൽ 75ാമത് വാർഷിക യൂറോഫിയ 2K24 ആഘോഷിച്ചു. കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ സിസ്റ്റർ വിമല അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക സിസ്റ്റർ മെറിൻ, ഫ്ലോസി ജോൺ ഇരുമ്പൻ, റോസ്മേരി PA അമ്പൂക്കൻ, PTA പ്രസിഡന്റ് SK അനൂജ്, നീനു ജെയിംസ്, AO മഞ്ജു MK, വാർഡ് മെമ്പർ മോഹിനി കുട്ടൻ, NR അനീഷ, ബിയ ഷൈജു, സിസ്റ്റർ റിജോ, സിസ്റ്റർ സാവിയ എന്നിവർ സംസാരിച്ചു.
പുത്തുഞ്ചിറ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് LP സ്കൂളിൽ 72ാമത് വാർഷികം ആഘോഷിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് മെമ്പർ ബീന സുബ്രഹ്മണ്യൻ, PTA പ്രസിഡന്റ് TD ഷാലി, പഞ്ചായത്ത് അംഗങ്ങളായ വാസന്തി സുബ്രഹ്മണ്യൻ, AV ഉണ്ണികൃഷ്ണൻ, പ്രധാന അധ്യാപിക സിസ്റ്റർ ലിനറ്റ്, ഡെൻസി ഡേവിസ്, സിസ്റ്റർ മരിയ ടോം, വെള്ളാങ്കുളൂർ ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ ഗോഡ്വിൻ റോഡ്രിക്സ്, OSS സെക്രട്ടറി ജോർജ് പട്ടേരി എന്നിവർ സംസാരിച്ചു. അഷ്ടമിച്ചിറ മാരേക്കാട് ഐവീട്ടിൽ മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പൊലി മഹോത്സവം ആഘോഷിച്ചു. കാഴ്ചശീവേലി, മഹാദീപാരാധന, തായമ്പക, വിവിധ കലാപരിപാടികൾ എന്നിവ നടന്നു. അഷ്ടമിച്ചിറ മാരേക്കാട് കണ്ണങ്കാട്ടിൽ അന്നപൂർണേശ്വരി ഭദ്രകാളി നവഗ്രഹ ക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിച്ചു. 8ാം ദിവസം പകൽപൂരം, കാഴ്ചശീവേലി, പഞ്ചവാദ്യം, ദീപാരാധന, തായമ്പക, പള്ളിവേട്ട ചടങ്ങുകൾ നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. പൊയ്യ ഗ്രാമപഞ്ചായത്ത് 2024-25 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരണം നടന്നു. 34,19,93,989 രൂപ വരവും 33,89,52,000 രൂപ ചിലവും 30,41,989 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK കുട്ടൻ അവതരിപ്പിച്ചു. പശ്ചാത്തല മേഖല വികസനം 7.50 കോടി, ഉൽപാദന മേഖല 1,05,00,000, സമഗ്ര കുടിവെള്ള പദ്ധതി 2.5 കോടി, പാർപ്പിട മേഖല 5 കോടി, ദാരിദ്ര്യ നിർമ്മാർജ്ജനം 3.5 കോടി, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 6.5 കോടി, കുട്ടികൾ, സ്ത്രീകൾ, വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ എന്നിവരുടെ ക്ഷേമത്തിന് 1.40 കോടി, ശുചിത്വ മാലിന്യ സംസ്കരണം 34 ലക്ഷം, പൊതു ക്രിമിറ്റോറിയം 50 ലക്ഷം, പുതിയ പഞ്ചായത്ത് ഓഫീസ് സ്ഥലം, കെട്ടിടം എന്നിവയ്ക്ക് 2 കോടി എന്നിങ്ങനെയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. ഗുരുശ്രീ പബ്ലിക് സ്കൂളിൽ ആസ്റ്റർ മെഡിസിറ്റിയും SN പുരം ലയൺസ് ക്ലബും സംയുക്തമായി CPR ഫസ്റ്റ് എയ്ഡ് ട്രെയിനിംഗ് പരിശീലനം സംഘടിപ്പിച്ചു. ലയൺസ് ക്ലബ് പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ അഡ്വക്കേറ്റ് VK മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളിൽ സുരക്ഷാ അവബോധം വളർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. SN പുരം ലയൺസ് ക്ലബ് വൈസ് പ്രസിഡന്റ് ലയൺ സുനിൽ P മേനോൻ അധ്യക്ഷത വഹിച്ചു. സമേതം സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഹരിത സമേതം എന്ന പദ്ധതിയുടെ ഭാഗമായുള്ള പച്ചത്തുരുത്ത് നിർമ്മാണ ഉദ്ഘാടനം GLPS പാലിയംതുരുത്തിൽ നടന്നു. കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക സാബിറ, ടീച്ചർ കോർഡിനേറ്റർ KS സൂര്യ, വാർഡ് കൗൺസിലർ KA വത്സല, വിദ്യാർത്ഥിദായിനി സഭ സെക്രട്ടറി രാധാകൃഷ്ണൻ, PTA പ്രസിഡന്റ് രേഷ്മ, MPTA പ്രസിഡന്റ് നീതു എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ യുവകലാ സാഹിതി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള സാംസ്കാരിക ജാഗ്രതാ ജാഥയ്ക്ക് കൊടുങ്ങല്ലൂരിൽ സ്വീകരണം നൽകി. സ്വീകരണ യോഗം യുവകലാ സാഹിതി രക്ഷാധികാരി EM സതീശൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഉഷാദേവി അധ്യക്ഷയായിരുന്നു. ആദ്യകാല നാടക പ്രവർത്തകരെ യോഗത്തിൽ ആദരിച്ചു. CV പൗലോസ്, CC വിപിൻ ചന്ദ്രൻ, സോമൻ താമരക്കുളം, ER ജോഷി, KN രാമൻ, സുധീർ, ഗോപിനാഥ്, KK രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കേരള മഹൽ പ്രവാസി അസോസിയേഷന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും ചുഴിയിൽ ഹ്രസ്വചിത്ര പ്രദർശനവും സംഘടിപ്പിച്ചു. കൂരിക്കുഴി MUP സ്കൂളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് ഉദ്ഘാടനം ചെയ്തു. KMPA ചെയർമാൻ PM ഷാഹുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ M ഷാജഹാൻ ക്ലാസ് നയിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക P ബിന്ദു, പഞ്ചായത്ത് അംഗം PM സൈനുൽ ആബിദീൻ, KMPA UAE പ്രസിഡന്റ് KA ജാഫർ സാദിഖ്, കൺവീനർ TK ഉബൈദ്, ട്രഷറർ KK ഹംസ, KA അബ്ദുൽ ഹസീബ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. PF ലഭിക്കാത്തതിൽ മനം നൊന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചയാൾ മരിച്ചു. പേരാമ്പ്ര സ്വദേശി ശിവരാമനാണ് മരിച്ചത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനം ഫെബ്രുവരി 8, 9 തീയതികളിൽ ചാലക്കുടിയിൽ. സമ്മേളനത്തിന്റെ ഭാഗമായി ചാലക്കുടിയിൽ വിളംബര ജാഥ നടന്നു. അന്തരിച്ച നടൻ കലാഭവൻ മണിയോട് ഇടതു സർക്കാർ അവഗണന കാണിക്കുന്നുവെന്ന് സഹോദരൻ RLV രാമകൃഷ്ണൻ. ബജറ്റുകളിൽ 3 കോടി രൂപ വകയിരുത്തിയിട്ടും ഒന്നും നടന്നില്ലെന്നും രാമകൃഷ്ണൻ. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.